തൃശ്ശൂരിലെ താൽക്കാലിക ചുമതല DCC പ്രസിഡന്റ് താൽക്കാലിക ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒഴിവാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. മാത്രമല്ല തൃശ്ശൂരെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ UDFൻ്റെ ഒരു ശക്തമായ വേരോട്ടമുള്ള നല്ല സ്വാധീനമുള്ള ഒരു ജില്ലയാണ്. നല്ല ആത്മാർത്ഥതയുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരും അവിടെയുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ് അതിപ്പോൾ പ്രതിഫലിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള നല്ല ആത്മവിശ്വാസം ഇന്ന് ഇല്ല. ഞാൻ നാളെ തന്നെ അവിടുത്തെ സീനിയർ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് അടുത്ത ദിവസം തന്നെ പോകുന്നതായിരിക്കും. ബൈ ഇലക്ഷനാണ് പ്രധാനപ്പെട്ട ഒരു വലിയ ടാസ്ക്കാണ്. ബൈ ഇലക്ഷൻ മാത്രമല്ല, അതിന് തൊട്ടടുത്ത് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുണ്ട്. ഇപ്പോൾ നേതാക്കന്മാരുടെ ഇലക്ഷനാണ് കഴിഞ്ഞത്. ഇനി സാധാരണ പ്രവർത്തകരുടെ ഇലക്ഷനാണ്. അപ്പോൾ അവരുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റ് 100% പാർട്ടിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യം. ആ ദൗത്യം വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക. ഞാൻ ഇന്ന് മിക്കവാറും കാണുന്നുണ്ട്, തിരിച്ചു പോകുന്ന സമയത്ത് കാണുന്നുണ്ട്. തീർച്ചയായും അദ്ദേഹം ഒരു മുതിർന്ന നേതാവല്ലേ, മുൻ KPC പ്രസിഡന്റാണ്. അദ്ദേഹം അവിടെ മത്സരിച്ചതാണ്. അപ്പോൾ KPC പ്രസിഡന്റിനെ കണ്ടതോടുകൂടി ഇനി എനിക്ക് ഉച്ചതിരിഞ്ഞ് പോകുന്ന വഴിക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിനും കൂടി കാണാൻ ശ്രമിക്കും. 2 പദവികളും കൂടെ പ്രശ്നമാണോ? അല്ല, അത് താൽക്കാലികമാണ്, സ്ഥിരമായിട്ടുള്ളതല്ല. ഞാൻ പാലക്കാട് ഇഷ്ടപ്പെടുന്നു, പാലക്കാട്ടുകാർ എന്നെ ഇഷ്ടപ്പെടുന്നു. എനിക്കൊരുപാട് അവിടെ ചെയ്യാനുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ് നന്ദി പറയാൻ വേണ്ടി പോലും പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ മഴയും പെരുന്നാളും ഒക്കെ കൂടെ വന്നു, അതിൻ്റെ ഇടയ്ക്ക് തൃശ്ശൂരും കൂടി വന്നതുകൊണ്ട് അല്പ ദിവസം കഴിഞ്ഞ് പാലക്കാട്ട് തന്നെ സജീവമായിട്ടുണ്ടാവും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വല്ല സംശയം ഉണ്ടാവും. UDF നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഇത്തവണ തന്നെ കഴിഞ്ഞ തവണത്തെക്കാളും നല്ലൊരു ഭൂരിപക്ഷം UDFന് നൽകിയിട്ടുണ്ട്. ഏകദേശം 10,000-ൻ്റെ അടുത്ത് വോട്ടിൻ്റെ ലീഡാണ് BJPയുമായിട്ട് UDF ഉള്ളത്. LDF ആണെങ്കിൽ 18,000 പിറകിലാണ്. പക്ഷെ നല്ലൊരു സ്ഥാനാർത്ഥി വരികയും തീർച്ചയായിട്ടും നല്ല ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത പാലക്കാട് UDF നിലനിർത്തും. അത് പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്. പാർട്ടിയിൽ എന്ത് തീരുമാനിച്ചാലും വേണ്ടില്ല, നല്ലൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പാലക്കാട്ടെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി, അവർക്ക് മതേതര മനസ്സുള്ള പ്രവർത്തകരാണ്, അനുഭാവികളാണ്, വോട്ടർമാരാണ്. അതുകൊണ്ട് അത് നിലനിർത്തുക തന്നെ ചെയ്യും. താങ്ക് യു.